Hello everyone, welcome to my YouTube channel Smart Shuiti. ഇന്ന് നമുക്ക് സ്പീക്കിങ്ങിനെ കുറിച്ച് ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, വാട്ട് ഈസ് സ്പീക്കിംഗ്? സ്പീക്കിംഗ് നമ്മുടെ 4 മൊഡ്യൂൾസിലെ വൺ ഓഫ് ദ മൊഡ്യൂൾസ് ആണ്. ഇപ്പോൾ സ്പീക്കിംഗ് സെക്ഷൻ എപ്പോഴും ആഫ്റ്റർനൂൺ ആണ്, ആഫ്റ്റർ അവർ ലഞ്ച് ആണ് സ്പീക്കിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഓരോരുത്തർക്കും ഓരോ ഒരു ടൈം ഉണ്ടായിരിക്കും. When you receive the hall ticket, you will get a time for speaking. It will be like 2 p.m., 3 p.m., 2:30 p.m. like that. Okay, so നമ്മൾ സ്പീക്കിംഗ് സെക്ഷൻ എങ്ങനെയാണ്? ഒരു ഇൻഡിവിജ്വൽ എക്സാമിനറുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്പീക്കിംഗ് ടൈമിംഗ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 19 to 20 minutes. 19 to 20 മിനിറ്റ്സിൽ അവർ നമ്മുടെ കോള്, നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യും. ബട്ട് നോട്ട് വീഡിയോ, ഇറ്റ്സ് ഓഡിയോ റെക്കോർഡിങ്. ഇപ്പോൾ ആദ്യമേ നമുക്ക് സ്പീക്കിങ്ങിൻ്റെ സെക്ഷൻ ആദ്യം നമ്മൾ കയറി നമ്മുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. സോ ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ആസ്ക് യു ഫ്യൂ ക്വസ്റ്റ്യൻസ് വിച്ച് ഈസ് വാം അപ്പ് ക്വസ്റ്റ്യൻസ്. ദാറ്റ് വിൽ ബി ഓൾവേസ് the old questions only, like why did you choose OET, what are the qualities of based on your profession. If you are a doctor, they will ask about your doctor profession. If you are a nurse, they will ask about what are the qualities of a nurse. And next question will be do you have a role model, explain a typical day in your life. Like this, these kind of questions they will ask. Approximately 3-4 questions they will ask. So after the speaking, after the warm-up section, they will provide a card which is called റോൾ പ്ലേ കാർഡ്. നമ്മുടെ സ്പീക്കിങ്ങിനകത്ത് നമ്മൾ ഈ സ്പീക്കിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറയുന്നത് റോൾ പ്ലേ കാർഡ് എന്നാണ്. റോൾ പ്ലേ കാർഡ് തരും. അപ്പോൾ ഒരെണ്ണം എക്സാമിനർ സംസാരിക്കാനായിട്ടുള്ളതായിരിക്കും. ഷീ വിൽ ഹാൻഡിൽ വെദർ എ കെയറർ കാർഡ് ഓർ എ പേഷ്യൻ്റ് പാർട്ട്. So you will be always a nurse or doctor based on your profession. അപ്പോൾ നമ്മൾ ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ നേഴ്സായിട്ടോ ആക്ട് ചെയ്ത് സംസാരിക്കും. നിങ്ങളൊരു നേഴ്സാണെങ്കിൽ പ്രൊഫഷൻ വൈസ് നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നേഴ്സിൻ്റെ പാട്ടായിരിക്കും നിങ്ങൾ ചെയ്യുക. നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറിൻ്റെ പാട്ടായിരിക്കും ചെയ്യുക. സോ എക്സാമിനർ മേ ബി ഷി വിൽ ഓർ ഹി വിൽ ആക്ട് ആസ് എ കെയറർ. ഇപ്പോൾ മദർ ആൻഡ് ചൈൽഡ് കാർഡാണ് അല്ലെങ്കിൽ ഫാദർ ആൻഡ് ചൈൽഡ് കാർഡാണെങ്കിൽ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ റോളായിരിക്കും എക്സാമിനർ ചെയ്യുക. ഇനി സൺ ഓർ ഡോട്ടർ ഓഫ് എ പാരൻ്റ് ആണെങ്കിൽ സണ്ണിൻ്റെയോ ഡോട്ടറിൻ്റെയോ റോളായിരിക്കും എക്സാമിനർ ചെയ്യുക. അല്ലെങ്കിൽ സംടൈംസ് ഡയറക്ട്ലി ഷി വിൽ ആക്ട് ലൈക്ക് എ പേഷ്യൻറ്റ്. ആ കോൺവെർസേഷനെ കുറിച്ച് നമ്മൾ 2 കാർഡ്സാണ് നമ്മൾ എക്സാമിന് ചെയ്യേണ്ടത്. ഫസ്റ്റ് കാർഡ് അവർ തരും. ദെൻ ദേ വിൽ സേ യു ഹാവ് 3 minutes ഫോർ പ്രിപ്പറേഷൻ. ആ ടൈമിൽ നമ്മൾ ഫ്രം ദ സെറ്റിങ്സ് ടു ദ ലാസ്റ്റ് പാർട്ട് വി ഷുഡ് റീഡ് കെയർഫുള്ളി. അതിനുശേഷം 3 മിനിറ്റ് നമുക്ക് തന്നതിന് ശേഷം നമുക്ക് 5 minutes ആണ് സംസാരിക്കാൻ തരുന്നത്. അത് അവർ വ്യക്തമായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ സ്റ്റാർട്ട് നൗ, യു ഷുഡ് സ്പീക്ക് ഫോർ 5 minutes, യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് അൻറ്റിൽ ഐ സേ യു ക്യാൻ സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ 5 minutes കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കണം. അത് തീർന്നു. അതിനുശേഷം നമുക്ക് അടുത്ത കാർഡ് തരും. ആ കാർഡിന് നമുക്ക് 3 minutes പ്രിപ്പറേഷൻ തരും. 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ ഹൗ ടു ഓർഗനൈസ് ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഹൗ ടു സ്പീക്ക്. പിന്നെ നമ്മൾ ടാസ്ക് ഓർഗനൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ദേ ഹാവ് ഓർഗനൈസ്ഡ് ആൻഡ് ദേ ഹാവ് ഗിവൺ. സോ നമുക്കതിനെ കൂട്ടി യോജിപ്പിച്ച് നോട്ട് ഫോമിനെ വിത്ത് എ കംപ്ലീറ്റ് സെൻറ്റൻസ് മേക്ക് എ കംപ്ലീറ്റ് സെൻറ്റൻസ് ഫ്രം ദ നോട്ട് ഫോം. അതിനുശേഷം നമ്മൾ സംസാരിക്കുക. സോ 5 minutes അതും നമ്മൾ സംസാരിക്കണം. അപ്പോൾ 8 ആണ് ഓരോ കാർഡ്സിനും ഉള്ളത്. സോ 16 minutes. ഒരു വാം സെക്ഷൻ വിൽ ബി 3 or 4 minutes അപ്രോക്സിമേറ്റ്ലി. സോ 19 to 20 minutes ആണ് നമ്മുടെ സ്പീക്കിംഗ് ടൈം വരിക. അപ്പോൾ ഇതാണ് സ്പീക്കിങ്ങിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കൺഫ്യൂഷൻസ് എപ്പോഴും ചോദിക്കും, കാർഡ് വാങ്ങിച്ചുകൊണ്ട് പോയില്ല. വൺസ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നു, 3 minutes നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തു, അതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കില്ല. ആ 5 minutes കൂടെ കൂടി സ്പീക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുള്ളൂ കാർഡ്. സോ എങ്ങനെയാണ് സ്പീക്കിംഗ് സംസാരിക്കേണ്ടത്? നമ്മുടെ കണ്ണ് എപ്പോഴും നമ്മൾ ആ സ്പീക്കിംഗ് കാർഡിലായിരിക്കും. നമുക്കൊരു പെൻസിൽ യൂസ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യണമെങ്കിലൊക്കെ. സോ ആ പെൻസിലിൻ്റെ ടിപ്പ് എപ്പോഴും നമ്മൾ നമ്മുടെ കാർഡിൽ ടച്ച് ചെയ്ത് ഓരോ പോയിന്റിലും ടച്ച് ചെയ്ത് സംസാരിക്കാനായിട്ട് നോക്കുക. യു ഷുഡ് യൂസ് ഓൾ ദ ടാസ്ക് പോയിന്റ്സ്, എസ്പെഷ്യലി ബ്രാക്കറ്റ് പോയിന്റ്സ്. ബ്രാക്കറ്റ് പോയിന്റ്സ് ആർ ബുള്ളറ്റ് പോയിന്റ്സ്. ചില പിള്ളേരെ ബ്രാക്കറ്റിൻ്റെ പുറമുള്ളത് മാത്രം ചോദിക്കും. അങ്ങനെയല്ല, അതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ടുള്ളതാണ് ബ്രാക്കറ്റിനകത്തുള്ളത്. അതാണ് നമ്മുടെ ബുള്ളറ്റ് പോയിന്റ്സ്. അപ്പോൾ അതും യൂസ് ചെയ്യുക.
അങ്ങനെ നമ്മുടെ കാർഡിൽ മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ, കാർഡിൽ മാത്രം നോക്കിക്കൊണ്ട് സംസാരിക്കുക. ബിക്കോസ് നമ്മൾ ദർ ഇസ് നോ നീഡ് ടു മേക്ക് ഐ കോണ്ടാക്ട് വിത്ത് ദ എക്സാമിനർ, ബിക്കോസ് ദേ ആർ റെക്കോർഡിങ് യുവർ ഓഡിയോ ഓൺലി, വോയിസ് ഓൺലി, നോട്ട് ദ വീഡിയോ. സോ നമുക്ക് ഐ കോണ്ടാക്ട് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അമ്മ ക്ലിയർ ടു യു, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് അവരുടെ കണ്ണിലേക്ക് ഒന്ന് നോക്കി ചോദിക്കാം. പക്ഷേ അപ്പോഴും നമ്മുടെ ആ പെൻസിലിൻ്റെ ടിപ്പ് എപ്പോഴും നമ്മുടെ കാർഡിൽ നമ്മൾ പറയുന്ന ആ പോയിന്റിലായിരിക്കണം. കാരണം ആ പോയിന്റ് വിട്ടുപോയാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചു വന്നിട്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. സ്പീക്കിംഗ് ഈസി ആക്കുക. നെക്സ്റ്റ് കാർഡും അതുപോലെ തന്നെയാണ്. നമുക്ക് കാർഡ് തന്നു, 3 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ സമയം തന്നു, പിന്നെ 5 മിനിറ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ് കാർഡ്. അപ്പം നമ്മൾ കാർഡ് നോക്കി മാത്രം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ടാസ്കിൽ എല്ലാ പോയിന്റും സംസാരിക്കണം. നമുക്ക് 5 മിനിറ്റ് സംസാരിക്കണമെന്ന് മസ്റ്റാണ് അല്ലേ? അപ്പോൾ 5 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ നമ്മളൊരു സമ്മറി മാത്രം, നമ്മൾ എന്താണ് സിറ്റുവേഷൻ, എന്താണ് സിനാരിയോ, അതൊന്നും എടുത്തിട്ട് സമ്മറി മാത്രം അങ്ങനെ IELTS സംസാരിക്കും പോലെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചാൽ 5 മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. സോ ഓരോ ടാസ്കും ഓരോ പോയിന്റ് സംസാരിക്കുക, എക്സ്പാൻഡ് ചെയ്ത് സംസാരിക്കുക, റിയഷുറൻസ് ഉൾപ്പെടുത്തുക, ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അതായത് ഗ്യാദറിങ് ഇൻഫർമേഷൻ അത് യൂസ് ചെയ്യുക, പേഷ്യൻ്റ് അണ്ടർസ്റ്റാൻഡബിലിറ്റി ചെക്ക് ചെയ്യുക, ആം ഐ ക്ലിയർ ടു യു, വുഡ് ദാറ്റ് ബി ഓക്കെ വിത്ത് യു, അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. പിന്നെ പേഷ്യൻ്റ് ഹിസ്റ്ററി കളക്ഷൻ എടുക്കുക. അത് നമ്മുടെ കാർഡിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ടാസ്കിനകത്ത് ചോദിക്കാനുള്ള ഉണ്ടാവും, അത്യാവശ്യം ചോദിക്കാനുള്ളതൊക്കെ. അതെല്ലാം ഓരോന്നായിട്ട് ചോദിച്ചു വയ്ക്കുക. പിന്നെ ബ്രാക്കറ്റിനകത്തുള്ള പോയിന്റ്സ് പേഷ്യനോട് ചോദിക്കാനുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനോട് ചോദിക്കാനുള്ള ഹിസ്റ്ററി കളക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സാണ് ബ്രാക്കറ്റിൽ കോമയിട്ട് തന്നിട്ടുള്ളതെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കാതെ, ഫോർ എക്സാമ്പിൾ പ്ലീസ് ടെൽ മീ റേറ്റ് ദ പെയിൻ ഓഫ് പെയിൻ സ്കോർ ഓഫ്, അത് ആ ഒരു പെയിനെ കുറിച്ച്, പ്ലീസ് ടെൽ മീ ദ സിവിയറിറ്റി ഓഫ് ദ പെയിൻ, പ്ലീസ് ടെൽ മീ ദ സിവിയറിറ്റി ഓഫ് ദ പെയിൻ ആൻഡ് വെൻ ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് ആർ യു കൺസൾട്ടഡ് വിത്ത് എനി ഡോക്ടർ, ആർ യു ടേക്ക് എനി മെഡിക്കേഷൻ, ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനുകളും കൂടി ഒരുമിച്ച് ചോദിക്കാതെ 1 by 1 ആയിട്ട് ചോദിക്കുക. യുവർ ക്വസ്റ്റ്യൻസ് വിൽ ബി വെരി ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ടു ദ പേഷ്യൻറ്റ്, ഓർ പേഷ്യൻറ്റ് ഐ മീൻ എക്സാമിനർ എന്നാണ് പറയണത്. അപ്പോൾ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നമ്മുടെ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോർ സ്പീക്കിങ്ങിന് കിട്ടും. സ്പീക്കിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഓറിയൻറ്റേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു കാർഡിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്.